അരുൺ ആലത്തൂർ, നമുക്ക് ആ പ്രതികരണത്തിലേക്ക് മടങ്ങിയെത്താം. അരുൺ ആലത്തൂർ, ഇന്ന് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലാണ് 9 മാസം പ്രായമായ ഒരു ഗർഭിണി മരിക്കുന്ന സാഹചര്യം. ഈ യുവതിയെ അവിടെ നിന്നൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇന്നിപ്പോൾ ഈ ആരോഗ്യ വകുപ്പിൻ്റെ വീഴ്ചയിലെ ഏറ്റവും ഒടുവിലൊരു ഉദാഹരണമായി മാറുകയാണ് ഈ തൃത്താല മേഴത്തൂർ സ്വദേശിയായ നൗഷിജ എന്ന യുവതിയുടെ മരണം, ഗർഭിണിയായ യുവതിയുടെ മരണം എന്നുള്ളതാണ്. ഏതായാലും ബന്ധുക്കൾ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലാണ് അവർ ഈ ഗർഭിണിയായ യുവതിയെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം യുവതിക്ക് പെയിൻ ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നീട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് യുവതിക്ക് ബ്ലീഡിങ്ങും ഉണ്ടായി, അതുപോലെ തന്നെ ശ്വാസ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയായിരുന്നു. അതിനുശേഷം അവസാന നിമിഷം അവർക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക്, ആദ്യം അവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. പക്ഷേ മെഡിക്കൽ കോളേജിലേക്ക് വലിയ ദൂരമുള്ളത് കൊണ്ട് തന്നെ അടുത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് യുവതിക്ക് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ പൾസോ മറ്റോ ഇല്ല, മരണം സംഭവിച്ചിരുന്നു എന്ന തരത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വിവരം നൽകിയെന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും യുവതിയുടെ സഹോദരൻ തൃത്താല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ എന്താണിത്, ചികിത്സാ പിഴവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമ്പോൾ ആ സഹോദരൻ പറയുന്നത് ആശുപത്രിയിൽ നിന്ന് ഏകദേശം കുറേയേറെ ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്താണെന്ന് ഉൾപ്പെടെയുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അതിലൊന്നും ഒരു വ്യക്തത ആശുപത്രിയിൽ നിന്ന് പറഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ യുവതിക്ക് ഏതെങ്കിലും തരത്തിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നതും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. നിലവിൽ ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ തൃശ്ശൂരിൽ പുരോഗമിക്കുകയാണ്.